പോവാ ഞങ്ങൾ വേണ്ടേ എന്താ അങ്ങനെ ഒരു പോക്ക് ആ കുടിക്ക് കാലുമൊക്കെ തേക്കണ്ട എന്തൊക്കെ എടാ 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 ഇത് ചെക്കനുള്ളതാണ്. പറ നോക്കിട്ട എന്താ കാല ചെക്കന് നോക്കണോ? മച്ചാമാരെ നമ്മൾ അങ്ങനെ വീണ്ടും വന്നിട്ടുണ്ട് അല്ലേ? ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. വ്ളോഗ് പറഞ്ഞാൽ ഞങ്ങളെ ടീമിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു ദിവസങ്ങളിലൊന്നാണെന്ന് അല്ലേ? നമ്മളെ ഉണ്ണിയുണ്ട്. ഹായ്. അപ്പോൾ ഉണ്ണിനെ കുറേ ദിവസമായി വീഡിയോയിൽ കണ്ടിട്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യം ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. പെട്ടെന്നുണ്ടായ സംഭവം ആയതുകൊണ്ട് തന്നെ ആ സംഭവം എന്താണെന്ന് പറയാം അല്ലേ? നമ്മളെ സിദ്ദർ കല്യാണമാണെന്ന് ഞങ്ങളിന്ന് പൊളിക്കും. അതെ, ഇന്ന് പെട്ടെന്നുണ്ടായ ഒരു കല്യാണം ആയത്. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോടും അധികം പറയാൻ പറ്റിയില്ല. പെട്ടെന്നായതുകൊണ്ട് കുറച്ച് ഇതുണ്ടായി അല്ലേ? പക്ഷെ ഇന്നിപ്പോൾ കല്യാണ ദിനമാണ്. ഞങ്ങൾ എല്ലാവരും സിദ്ദർ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോണതിന് മുന്നേ ഉള്ളൊരു ഇൻട്രൊഡക്ഷനാണ്. നമ്മളെ ചെക്കൻ കുറേ ദിവസമായി വീഡിയോയിൽ വന്നിട്ട്. അപ്പോൾ വയനാടായിരുന്നു പണി അല്ലേ? വയനാട് അവിടെ നിന്നിട്ടുള്ള പണിയാണായിരുന്നു. അതുകൊണ്ടാണ് ഉണ്ണി കുറേ ദിവസമായിട്ട് വീഡിയോയിൽ അധികം വരാത്തത്. അപ്പോൾ വീണ്ടും ചെക്കൻ സജീവമായിട്ട് വീണ്ടും വീഡിയോയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ സിദ്ദറ വീട്ടിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ നമ്മളെ സിദ്ദറ വീടാണ് കാണുന്നത്. സിദ്ദറ വീട് ഞങ്ങൾ കാണിച്ചു തരാം. സിദ്ദറ വീടൊന്നും നമ്മൾ ഇതുവരെ കാണിച്ചു കൊടുത്തില്ല. അത്ര വലിയ വീടൊന്നല്ല, അതെ, ചെറിയ വീടാണ്. നല്ലൊരു ദിവസം തന്നെ ഉണ്ട് ആ ഒരു വീട് ഞങ്ങൾ കാണിച്ചു തരുന്നത്. ചെക്കപ്പട തന്നെ ഉണ്ട് കേട്ടാ. ചെക്കനെ കാണിച്ചു തരാം. വെൽക്കം. അസ്സലാമു അലൈക്കും. അതാണ് നമ്മളെ മുത്ത്. പിന്നെ പ്രേക്ഷകരോട് പറയും എന്തുകൊണ്ടാണ് കല്യാണം പ്രേക്ഷകരോട് പറയാൻ. അയ്യോ പെട്ടെന്നായതുകൊണ്ട് പെട്ടെന്നായ കല്യാണം ആയതുകൊണ്ടാണ്. അതെ, അപ്പൊ ഞങ്ങള് ഒരു മാസം ഉണ്ടാവില്ല. അതിന്റെ ഉള്ളിൽ അതെ, എന്താ അറിയോ, ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നോണ്ട് തന്നെ ചെക്കൻ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അതിൽ കുറെ സംഭവങ്ങൾ ഇട്ടണം. മണിയറ കാണിക്കാണ്ട്, ചെക്കന്റെ പുതിയ കോട്ടും ഡ്രസ്സൊക്കെ ഇട്ടുള്ള പുതിയ ഗെറ്റപ്പ് കാണിക്കാണ്ട് അല്ലേ? ഒക്കെ ഉണ്ട്. നമ്മള് ഇത് മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരും അല്ലേ? ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് സിദ്ദറ എല്ലാമായ അമ്മോൻ. നേരമില്ലാത്തതുകൊണ്ട് അമ്മോൻ ഇങ്ങനെ ധൃതിയിലാണ്. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണറിയരുതേ.
ഇവൾക്കൊരുവൻ എല്ലാമായ അനിയനാണ്. കാണാൻ സുന്ദരൻ സുഖൻ തന്നെ ഉള്ളിയിടൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മുഖം കാണിക്കണോ? ഒരു ഹായ് ഉള്ളിയാണ് ഒക്കെ നമ്മള് കാണിക്കും. എല്ലാവരും അതെ. അപ്പൊ ഇനി ഫുഡിന്റെ പരിപാടിയാണല്ലേ? അതെ. ഒന്നും മോശമാക്കില്ല. നല്ല അച്ചാറുണ്ട്, നല്ല ഉള്ളിയുണ്ട്. കാര്യങ്ങൾക്ക് ഉണ്ണിയാണ്ടോ മുമ്പിൽ നിന്നിട്ട് കാര്യങ്ങൾ നടന്നു. അൻവർ തൊട്ട് പിന്നാലുണ്ട്. ഹസൈനാറവിടെ പണിയൊന്നും എടുക്കാതെ നിൽക്കണ്ട. അതാ അതാ അമ്മ അപ്പോൾ ആളുകളെ വിളിക്കാൻ വേണ്ടി പോവാണ്. ചെക്കൻ മാത്രം പണിയെടുക്കാണ്ട അപ്പോക്കരുണ്ട്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. പിന്നെ ഇവിടുന്ന് ഇനി പെണ്ണുങ്ങളൊക്കെ പോകുമ്പോ വൈകുന്നേരം പോവാന്. ഓക്കെ. നമ്മളെ നാട്ടിലത്തെ ഇതാ വന്നു, അവൻ വന്നു. കുട്ടാ വെൽക്കം. അപ്പൊ ഞങ്ങള് ചെക്കന്റെ ഷർട്ട് ഇസ്ത്രി കേട്ടാ. കത്തി പിടിക്കോ? നല്ല മെറ്റീരിയൽ അല്ലേ? ഉള്ളി പിന്നെ അയൺ ചെയ്യാനൊക്കെ തേക്കാ ഉഷാറല്ലേ? നമുക്ക് അറിയുള്ളൂ കാര്യം. ഇപ്പൊ അറിയുള്ളൂ. റഷീദ് ഉണ്ട് കേട്ടാ. റഷീദാണ് ക്യാമറമാന്. അപ്പൊ ചെക്കൻ അവിടെ പുറത്താണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ ഇടയിൽ തൽക്കാലം ഇടാനുള്ള ഫസ്റ്റ് ഇടാനുള്ള ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുമ്പോഴല്ലേ ഷോ നമുക്ക് പോകുമ്പോഴാ നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. നമ്മളെ ചെക്കൻ്റെ ഷൂ ആൾക്കാരോ കന്നഡ തട്ടാ. ഫുഡ് കഴിക്കാൻ നോക്കുകയാണ് അല്ലേ? ഫുഡ് കഴിക്കാനുള്ള നടക്കണ്ടാ. കയ്യിലൊന്നുമില്ല, കൈ ഫുള്ള് ഫ്രീ ആണ്. കണ്ടാ അത് അവിടെ ഇരുന്നിട്ടുണ്ട്. നമ്മൾ അതുറാണ് നമുക്ക് ഉള്ളി ഇട്ട്, അല്ല സോറി അൻവറാണ്. അതുറോടെ പ്ലേറ്റ് ആണ്. ആയിക്കോട്ടെ, അതിപ്പോ കൊഴപ്പൊന്നുമില്ല. മതി മതി മതി.
ഇപ്പൊ ഇതുവരെ ഇവിടെ ഇരുന്നിരുന്നവനാണ് ഈ വന്നത്. പറയും എന്താ പാവാണ് ചെക്ക് എത്ര നേരമായി. പിന്നെ എന്നോടൊക്കെ പറയാനില്ല, ആ ചെക്കിന്റെ മുന്നിൽ നിന്ന് പല്ലൊന്ന് കുത്താൻ നിൽക്കണ്ട, നെഞ്ഞു കിടക്കും. എന്താ ഇതേന്റെ എന്താ പോയി കണ്ട് കണ്ണ് കാണണ്ട ഏത് ഇതോ നിന്റെതല്ല. ഞങ്ങളെ കൂടെ ഇരുന്നവരൊക്കെ നീറ്റിട്ടാ അവർക്ക് ധൃതിയുള്ളോണ്ടല്ലേ. ഞാനും വരെ എണീറ്റു. കമ്പനിക്ക് ഇരുന്നാണ് ഞാൻ നേരത്തെ ചെയ്താ. എടാ ഇത് ചെക്കനുള്ളതാണ്. ഏയ് ഹുസൈൻ പറ നോക്കിട്ടാ എന്താ കഥ ചെക്കന് നോക്കണോ. സോറി കണ്ടക്ടർ ആയതുകൊണ്ടേ കാലുമൊക്കെ തേക്കണ്ട. ചെക്കൻ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ നിക്കാണല്ലേ. എപ്പോഴാ ഇറങ്ങണേ? ഒരു 1.5 മണിക്കാർ. 1.5 മണിയാകുമ്പോ ഞങ്ങൾ വേണ ഫുള്ള് സെറ്റാണോട്ടാ. ഇപ്പൊ തന്നെ സെറ്റാക്കിണ്ട്. എല്ലാമായിട്ടുള്ള അമ്മോനാണ് ഈ പോണത്. അമ്മ ഫുള്ള് തിരക്കാണ്. ആയിക്കോട്ടെ. ദേവേട്ടുണ്ട്, നമ്മളെ അപ്പൂന്റെ അച്ഛനാണ്. നല്ല പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ മുട്ടിയാക്കുണ്ട്. നാടിന്റെ കാരണവരാണ്. ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആളാട്ടാ. മുഖം പൊത്തിരിക്കുന്നുണ്ട്. ആളാരാന്ന് മനസ്സിലാവണം വെച്ചാ. എടാ എങ്ങനെയുണ്ട്? അപ്പൊ നമ്മള് സിദ്ദീഖിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് റൂമിനുള്ളിൽ കയറിയിട്ടുണ്ട്. ചക്കരയുണ്ട്, ഹുസൈനുണ്ട്, ഒടിവുണ്ട്, എല്ലാവരും സോറി പ്രായമുണ്ട്. കുറച്ചാള് പുറത്തുണ്ട്. സിദ്ദീഖ് മാത്രമില്ല, പുതിയാപ്പിള മാത്രമില്ല. പുതിയാപ്പിളനെ കാത്തിക്കാണ്. മണവാളിന്റെ അവിടെ അവസാനം ചെക്കൻ വന്നിരിക്കുന്നു. കടക്ക് ആരും കാണരുത്. സിദ്ധ്യ ഇത് നമ്മളല്ല, വേറെ ആരും കാണരുത്. അത് മറിയും. എന്താണ് അവിടെ പോയിരിക്കണേ? സിദ്ധിക്ക് പൂശാനുള്ള സ്പ്രേകളൊക്കെ ഉണ്ട്. ഇതേതാ ബോഡി സ്പ്രേ? ഓക്കെ ഈ പിടിച്ചാൽ ബോധം കെട്. അനക്ക് കുടിക്കാനുള്ള ഇപ്പൊ കാണാൻ പറ്റിയ സാഹചര്യമല്ല. ചെക്കന്റെ തലയിൽ ജെല്ലിട്ട് കൊടുക്കാണ്. റഷീദ് ബസ് കണ്ടക്ടറുടെ കൈയിന്റെ മികവും കൈയിന്റെ വഴക്കവും കൊണ്ട് ജെല്ലിട്ട് കൊടുക്കുകയാണ്. ഇവിടെ കുറച്ചിട്ട് കൊടുക്കട്ടാ. ബക്കറ്റില് കലക്കിട്ട് വരൂല്ലേ? തല മുക്കേണ്ടി വരും. മുഖത്തേക്കണോ? ഏതാ മൂട്ടി? പൊട്ടിക്കരുത്. കാറ്റാണത് മാറിപ്പോവാണ്. ഫാൻ ആട് പോകട്ടായി. എടാ ഇത് ചെക്കനുള്ളതാണ്. ഏയ് ഹുസൈൻ പറ നോക്കിട്ടാ എന്താ കഥ. ചെക്കന് നോക്കണോ? കാലുമൊക്കെ തേക്കണ്ട.
ഇത് ഈ ആയിട്ട് എന്റെ തുണ്ടല്ലോ മുടിയൊക്കെ വെളുക്കൂട്ടാ. ചെക്കൻ അങ്ങോട്ട് ഗ്ലാമറായി. കല്യാണം പറഞ്ഞ മാതിരി ഇന്നേ ഒരു ബോഡി ഞാൻ ചെട്ടി അവസരമുണ്ടോ? സോറി കണ്ടക്ടർ ആയതുകൊണ്ടേ. അതാ പൂസലുണ്ട് അതാണ് നമ്മളെ ചെക്കന്റെ കോട്ട്. ഒന്നും അയച്ചിട്ടുണ്ടാവുമല്ലോ. ഒരാൾ ആദ്യം രണ്ട് കാലിലും അയ്യോ ചീറിട്ടാ ചീറി ക്യാമറ ഫുള്ളുണ്ട് കേട്ടോ. ബാബു എല്ലാരും മുമ്പിലേക്ക് ഉണ്ട് കേട്ടാ. ബാബു ആണ് മെയിൻ ആയിട്ട് നിൽക്കണേ. എത്ര പൂശുന്നു? ആകെ കൈകളാണ് ഇതില്. അത്ര പൂശാനായി 10 കൈകൾ. ചൂടുണ്ടാ? ചൂടുണ്ടാ? പറഞ്ഞോ. ബാക്കില് ഇവരെ ചെക്കന്റെ വണ്ടിക്കാര് നിർത്തിണ്ട്. അപ്പൊ ലുക്കിന് ഇവിടെ ഭയങ്കര പ്രശ്നം. സിദ്ധി ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടാ. അപ്പൊ ലുക്കിനാണ് പ്രശ്നം. സിദ്ധ്യ ഞങ്ങളവിടെ ബാക്കിൽ വണ്ടിക്കാര് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഞങ്ങളവരെ കാത്തിക്കാണ്.
ആ പോണ്. അപ്പൊ നമ്മളങ്ങനെ സിദ്ധിയുടെ ഭാര്യ വീട്ടിലൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്. സിദ്ധി എവിടെ? ഇത് ആട് പോയി, അവൻ ആണ്ട് നമ്മൾ വേണോ? ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സിദ്ധി എടുക്കുക. അപ്പൊ ഞങ്ങള് ഗ്ലാസ് ഇടണോ? ഓക്കെ, ഗ്ലാസ് ഇട്ടോ, ഗ്ലാസ് ഇട്ടു. അപ്പൊ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. സിദ്ധിക്ക് പെണ്ണിനെ കാണാനുള്ള ധൃതിയിൽ ഓടിയുണ്ട് കേട്ടോ. ഷിറ്റ്, നശിപ്പിച്ചു, സോറി. സിദ്ദിഖ് എന്താ പറയുക, സിദ്ദിഖ് ആദ്യം പോയിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതിഗതികളെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് സിദ്ധി ആദ്യം പോയത്. അതെ, അപ്പൊ ഞങ്ങൾ ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞു. പെണ്ണെ ഉണ്ടോ നോക്കാൻ വേണ്ടി. പന്തലെത്തിണ്ട് നമുക്കറിയാം. പറച്ചിലൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് കഴിക്കാൻ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാവോ? പന്തലക്കല്ലേ നേരെ. അപ്പോൾ ആ കാണുന്നതാണ് സിദ്ധിയുടെ മണമായിട്ടൊരു വീട്. അപ്പോൾ ഞങ്ങളവിടെ നടന്നുകൊണ്ടിരിക്കും മഞ്ചത്ര വീട്. എന്റെ നീണ്ട 30 വർഷത്തെ കാത്തിരിക്കുന്ന കേറി കേറി. فيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടല്ലേ? മണവാട്ടിയോടെ റെഡിയാണ് സാർ. മണവാളിന്റെ കൂടെ വേറൊരു മണവാളൻ. ഇപ്പൊ സിദ്ധിയാണ് താരം. ഇതേ ചായ എടുത്ത് കൊടുക്ക്, ചായ എടുത്ത് കൊടുക്ക്. ആ കുടിക്ക്. മാന് പറഞ്ഞപ്പോഴാണ് പിടിച്ചത്. പോവാ, ഞങ്ങൾ വേണ്ടേ? എന്താ അങ്ങനെ ഒരു പോക്ക്? തുറന്നവർക്ക് കേറി കേറി കേറി.
ഞാൻ അവിടെ എത്തിയിട്ടാണ് അടുത്ത പരിപാടി. ഇവിടെ വൻ ബ്ലോക്കാണ്. കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മളെ സിദ്ധര കല്യാണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞ് രാവിലെ മുതലുള്ള വൈകുന്നേരം വരെയുള്ള എല്ലാ പരിപാടികളും നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് നമ്മൾ ഉടനെ തന്നെ വരും അല്ലേ? ഷംസുണ്ട്, ഉണ്ണിയുണ്ട്, അപ്പുണ്ട്, ഞാനുണ്ട്, ബാക്കി പിന്നെ കുറേ ആൾക്കാരുണ്ട്. നമ്മളെ ബിന്ദു ചേച്ചിയൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ വീണ്ടും തിരിച്ചു വരും. അതിലേക്കും ബൈ.